BJP രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായി 2 തവണ വന്ന മണ്ഡലത്തിൽ ഇതാ UDFും കോൺഗ്രസും വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് BJPയെ സഹായിക്കാൻ പോകുന്നു. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്രമാത്രം പുതുമുഖങ്ങൾ കോൺഗ്രസിന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് അതുവരെയുള്ള ചരിത്രത്തിൽ വലിയ തോതിൽ യുദ്ധം ചെയ്ത ആളാണ് MP രാഘവൻ. ഒരു അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കി കൊണ്ടു നടന്ന് വിജയിപ്പിക്കാൻ CPIMനുള്ള കെൽപ്പ് ഏതായാലും കോൺഗ്രസിനില്ല. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ വേഗത്തിൽ എത്തുകയാണ് നമ്മൾ. 2 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞുവെന്നും ഏതാണ്ട് ധാരണയായിരിക്കുന്നു എന്നൊക്കെയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊരു പടി മുന്നിൽ ഒരുപക്ഷെ UDFും കോൺഗ്രസുമാണ്. കോൺഗ്രസ് പല ഘട്ടങ്ങളിലായി വാർത്തകൾ വന്നു, അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും എന്നുള്ള മട്ടിൽ. ഇതിനിടയിൽ വളരെ കൗതുകമായി കണ്ടൊരു സംഗതി, ഇടത് സഹയാത്രികരാവുകയോ ഇടതുപക്ഷം നിൽക്കുകയോ ചെയ്തിരുന്ന ആളുകളിൽ ചിലരെങ്കിലും അതൃപ്തി പ്രകടിപ്പിക്കുകയും ആ അതൃപ്തരെ പെട്ടെന്ന് കൂടെ നിർത്താൻ UDFും കോൺഗ്രസും ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി എന്ന 3 വട്ടം CPM സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര ജയിച്ച ഐഷ പോറ്റി CPMൽ നിന്നിറങ്ങി കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുന്നു. അവർ ഒരു പക്ഷേ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന സൂചന കോൺഗ്രസ് നൽകുന്നു. അതിന് പിറകെയാണ് മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ, പഴയ മുഖ്യമന്ത്രി, പഴയ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിയായിരിക്കും പ്രതിപക്ഷ നേതാവായിരിക്കും, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്ന സുരേഷ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന സൂചന കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്ന, പിന്നീട് ചെയർമാൻ്റെ ചുമതല വഹിച്ചിരുന്ന പ്രേംകുമാർ എന്ന് പറയുന്ന ജനപ്രിയ താരം, അദ്ദേഹം CPMുമായും ഇടതുപക്ഷവുമായും അകലുന്നു എന്ന മട്ടിൽ, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നു. തൊട്ടുടനെ അദ്ദേഹം കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായേക്കും കോൺഗ്രസിൻ്റെ എന്നുള്ള മട്ടിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ വാർത്തകളാണ്. പക്ഷേ ഈ വാർത്തകൾ വരുന്നത് എവിടെ നിന്നാണ്? കോൺഗ്രസിൽ നിന്നുള്ള കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ വാർത്തകൾ വരുന്നത് എന്ന ചോദ്യം അവിടെ ശേഷിക്കുന്നു. പക്ഷേ ആ സൂചനകളില്ലാതെ എങ്ങനെയാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്ന സംശയം അവിടെ നിലനിൽക്കുന്നു. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയണം. CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന, ഇപ്പോഴും KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന PK ശശി എന്ന് പറയുന്ന പലവിധ ആരോപണങ്ങൾക്ക് വിധേയനായ വ്യക്തി, അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് അവസാനിച്ചിട്ടുമില്ല. ഈ ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇടതുപക്ഷത്തുനിന്ന് അകന്നു വരുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടോ? അതൊരു നല്ല തന്ത്രമാണോ? മുൻകാലത്ത് CPMനെ സംബന്ധിച്ചോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ വളരെ എളുപ്പത്തിൽ അവർ സാധിച്ചിരുന്നൊരു സംഗതിയാണ് കോൺഗ്രസിൽ നിന്നോ UDFിൽ നിന്നോ അകന്നു വരുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന സരിൻ എന്ന് പറയുന്ന സരിൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിച്ച വ്യക്തിയെ വളരെ പെട്ടെന്ന് CPM സ്വീകരിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടു. CPMനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ അത് വളരെ എളുപ്പത്തിൽ മുൻകാലത്ത് നടന്നിരുന്ന സംഗതിയാണെങ്കിൽ അതേ സ്ട്രാറ്റജി ഇത്തവണ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? ഇത്തരം വാർത്തകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസിലെ വാർത്തകൾക്ക് കുറേയൊക്കെ അടിസ്ഥാനമുണ്ട് എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പക്ഷേ ഈ ഒരു അടവ് ഒന്നുകിൽ സാംസ്കാരിക രംഗത്തു നിന്ന് ഉള്ള ആളുകളെ പിടിച്ചെടുക്കുക, അതല്ലെങ്കിൽ പാർട്ടി മാറി വരുന്ന വിമതരെ ഇപ്പുറത്തേക്ക് ചേർത്ത് മത്സരിപ്പിക്കുക എന്നത് സാധാരണ ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPIM എടുത്തു പയറ്റുന്ന ഒരു തന്ത്രമാണ്. അത്തരത്തിൽ കടന്നു വരുന്ന സ്ഥാനാർത്ഥികളെ അവരെ വളരെ പെട്ടെന്ന് അവർക്കൊരു ലെജിറ്റിമസി ഉണ്ടാക്കിയെടുക്കാനും വലിയ തോതിൽ ജനപ്രിയരാക്കാനും അവരെ ഇപ്പുറത്ത് ആ ക്യാമ്പയിൻ നയിക്കേണ്ട മുന്നണി പ്രവർത്തകരുടെ പ്രിയപ്പെട്ട ആളാക്കാനും ഒക്കെ CPIMന് കഴിയും. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ കഴിയുമോ എന്ന കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത്. അത് കോൺഗ്രസിൻ്റെ ഒരു രീതിയല്ല. കോൺഗ്രസിൽ ഒരു മണ്ഡലത്തിൽ ചുരുങ്ങിയത് 5 പേരെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള പടവട്ടൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാണും. അതിലേതെങ്കിലും ഒരാൾക്കാണ് കിട്ടാൻ പോകുന്നത്. അതിനു പുറമെ ഈ ഒരാളെ അവഗണിച്ച്, അല്ലെങ്കിൽ ഈ 5 പേരിൽ ഒരാളെ അവഗണിച്ച് പുറത്തു നിന്നൊരാളെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിൻ്റെ മെഷീനറി എങ്ങനെ വർക്ക് ചെയ്യും, UDFിൻ്റെ പ്രവർത്തകർ എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യും, സ്വീകരിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. സാധാരണഗതിയിൽ CPIMൻ്റെ ഒരു കേഡർ സ്വഭാവം ഉപയോഗിച്ച്
അവർ ഒരു അതുവരെ അവർ ഒരു ഈവൻ അവരുടെ ശത്രു പോലുമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ, പാലക്കാട്ടെ സരിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ച പോലെ അവരുടെ ശത്രുപക്ഷത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനും ഒരു സ്വീകാര്യത ഉറപ്പുവരുത്താനും പ്രചാരണം നടത്താനും വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാനും അത് പക്ഷേ UDF അത്ര സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പ്രക്രിയയുടെ വയബിലിറ്റി UDF സംബന്ധിച്ച് ചിലപ്പോൾ അത് തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ്. അല്ല, ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന 3 മണ്ഡലങ്ങളാണ്. ഒന്ന് കൊട്ടാരക്കര, നേരത്തെ പറഞ്ഞ പോലെ ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുന്നു. അവരവിടെ 3 വട്ടം MLA ആയതാണ്. 3-ാം വട്ടം അവർ ജയിക്കുമ്പോൾ അവരുടെ ഭൂരിപക്ഷം ഏതാണ്ട് 40,000-ന് മുകളിലാണ്. 83,000 വോട്ട് ഉണ്ട് അവർക്ക്, 40,000 ഓപ്പോസിറ്റ്. അതെ, അപ്പോൾ എന്ന് വെച്ചാൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ 2016-ൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2021-ൽ അവരെ മാറ്റിയിട്ടാണ് KN ബാലഗോപാൽ അവിടെ മത്സരിച്ച്. അപ്പോൾ KN ബാലഗോപാൽ ജയിക്കുന്ന ഏതാണ്ട് 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അപ്പോൾ ഐഷ പോറ്റിക്ക് അവിടെ ഒരു വലിയ സ്വീകാര്യത ഒറ്റ കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി ന്യൂമറിക്കലി വർക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നത്. കാരണം ജനപ്രിയയായിരുന്ന ഒരു MLA, ഒരു മുൻ MLA പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നത് ഒരു പക്ഷേ കണക്കുകൊണ്ട് ലോജിക്കലി നമുക്കത് കൊള്ളാമല്ലോ എന്ന് തോന്നാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അതൊരു മണ്ഡലം. രണ്ടാമത് പറയപ്പെടുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ മലമ്പുഴയാണ്. മലമ്പുഴ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ്. 3-ാമത്തെ മണ്ഡലം കഴക്കൂട്ടമാണ്. ഇപ്പോൾ അതായത് ഇന്നലെ മാത്രം ഡെവലപ്പ് ചെയ്ത് വരികയും ഇന്ന് രാവിലെ മുതൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്ന കഴക്കൂട്ടം മണ്ഡലം. കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും UDF 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് സ്വീകരിക്കാൻ പറ്റുമോ UDF എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ ഐഷ പോറ്റി 40,000 വോട്ടിൻ്റെ 2016-ൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുവെങ്കിൽ പോലും 2026-ൽ അവരെ അവിടെ ഒരു UDF കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് കാൻഡിഡേറ്റായിട്ട് മത്സരിപ്പിച്ചാൽ കൊട്ടാരക്കര പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതൊരു ലോജിക്കൽ കൺക്ലൂഷനാണോ? 2 തവണ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്തേക്ക് പോയ 2 മണ്ഡലങ്ങൾ, മലമ്പുഴയിൽ സുരേഷിനെയും കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെയും മത്സരിപ്പിച്ചാൽ ഈ മണ്ഡലങ്ങളിൽ ഒരു വലിയ സർജ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ, അത് യുക്തിസഹമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രണ്ടും യുക്തിസഹമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളാണ് എന്ന കാര്യം പരിഗണിക്കണം. അവിടെ ആ മുന്നണിക്ക് പ്രത്യേകിച്ച് ക്ഷതമൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഇപ്പം മലമ്പുഴയിൽ സുരേഷിൻ്റെ സാധ്യത നോക്കുകയാണെങ്കിൽ 2021-ൽ പ്രഭാകരന് 75,934 വോട്ട്. തൊട്ടടുത്ത് BJP ആണ്. BJPക്ക് 50,200 വോട്ടുണ്ട് അവിടെ സി കൃഷ്ണകുമാറിന്. UDF സ്ഥാനാർത്ഥിക്ക് 35,444 അനന്തകൃഷ്ണന് 2021-ൽ. 2016-ലും ഏതാണ്ട് ഇത് തന്നെയാണ്. 73,299 വോട്ടാണ് VSൻ്റെ അവസാന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടുന്നത്. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെയാണ്, അദ്ദേഹത്തിന് 46,157 വോട്ടാണ്. VS ജോയിയാണ് അന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി. VS ജോയിക്ക് 111 വോട്ട് കുറവ്. അതായത് ഫാൻസി നമ്പറാന്ന് തോന്നുന്നു. 2021-ൽ 35,444, 2016-ൽ 35,333, അതായത് 35,333. ഒരു വ്യത്യാസവുമില്ല VS ജോയിയുടെയും അനന്തകൃഷ്ണൻ്റെയും വോട്ട് തമ്മിൽ. 100 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ BJP 2-ാം സ്ഥാനത്തും UDF 3-ാം സ്ഥാനത്തും നിൽക്കുന്ന മലമ്പുഴയിൽ എങ്ങനെയാണ് VSൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്ന ഒരു ലേബലിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്നത്, എന്ത് സാധ്യതയാണ് അതിന് കൽപ്പിക്കുന്നത് എന്ന് ഒരു തരത്തിലും അത് വിശദീകരിക്കപ്പെടില്ല. പക്ഷേ ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ കരുതാം. തീർത്തും തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമാണ് എന്നതാവണം ഒരു പക്ഷേ ഇതിനുള്ള കാരണം. ഇത് തന്നെയാണ് കഴക്കൂട്ടത്തിൻ്റെയും കാര്യം. കഴക്കൂട്ടത്തും 2-ാം സ്ഥാനത്ത് BJP ആണ്. 2-ാം സ്ഥാനത്ത് BJP ആണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും 2-ാം സ്ഥാനത്ത് BJP ആണ്. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് കഴക്കൂട്ടം എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സുരേഷിനെ മത്സരിപ്പിക്കുന്നു അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് ഈ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇത് പൊളിറ്റിക്കലി കോൺഗ്രസിനും UDFനും നല്ലതായിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. കാരണം 2-ാം സ്ഥാനത്ത് 2 മണ്ഡലങ്ങളിലും BJP ആണ്. അവിടെ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് പോകും? കോൺഗ്രസിൻ്റെ വോട്ടുകൾ സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും വലിയ എതിരാളിയായ CPMലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖമല്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകനല്ലാത്ത ഒരാളെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് കിട്ടുന്നില്ല എങ്കിൽ
ഈ വോട്ടുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. UDF സ്ഥാനാർത്ഥിക്ക് പൊതുവായും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ചും അത്തരത്തിൽ മറിച്ചിടാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കോൺഗ്രസ്സുകാർ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് അവിടെ MLA ആകും, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്ന മട്ടിലാണ് ഏതാണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതിൽ അവസരം നിഷേധിക്കപ്പെട്ട് നിരാശരായ ഒരു പ്രവർത്തകരുടെ കൂട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. സ്വാഭാവികമായും രാജീവ് പറഞ്ഞതുപോലെ അവർ ഈ പുതുതായി വന്ന സ്ഥാനാർത്ഥിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അവരെ ബോധപൂർവം തോൽപ്പിക്കണമെന്നല്ല, പക്ഷെ ആ മെഷീനറി വർക്ക് ചെയ്യില്ല. അതേസമയം പുറത്തേക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കാൻ, ഇപ്പോൾ പ്രേംകുമാറിനെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു, അല്ലെങ്കിൽ VSന്റെ സന്തത സഹചാരിയായിരുന്ന ഒരാളെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ കുറെ കൂടിയൊക്കെ ജനങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അറിയുന്ന ആളുകളെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഒരു ഗുണപരമായ ഒരു ഇമ്പാക്റ്റ് UDFന് കിട്ടുമെന്ന് കരുതാൻ പറ്റില്ല. ആ രീതിയിലല്ല UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുക. അല്ല, എൻ്റെ ഒരു ബേസിക്കായ സംശയം, ഇപ്പോൾ മലമ്പുഴയാണെങ്കിലും കഴക്കൂട്ടമാണെങ്കിലും BJP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലം. BJPയെ സംബന്ധിച്ച് അവരുടെ ഫൈറ്റിംഗ് സാധ്യത കൂടുതലുള്ള മണ്ഡലമായിട്ട് BJP കാണുന്ന മണ്ഡലങ്ങളായിരിക്കും ഒരുപക്ഷെ മലമ്പുഴയും കഴക്കൂട്ടവും. മലമ്പുഴയേക്കാൾ ഉപരി ഒരുപക്ഷെ കഴക്കൂട്ടം കുറെ കൂടെ അവർ വലിയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമായിരിക്കും. അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, മലമ്പുഴയിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന വോട്ടുകൾ ആരെയായിരിക്കും പിന്തുണയ്ക്കുക എന്നുള്ള മട്ടിലുള്ളൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ലേ? പിന്നെ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. BJPക്ക് ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് അവരുടേതല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പരോക്ഷമായി BJPയെ സഹായിക്കാനാണ് എന്നുള്ളൊരു നറേറ്റീവ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ. പക്ഷേ തോൽവിയുടെ ഉത്തരവാദിത്വം ആ ഇൻഡിവിജ്വൽ സ്ഥാനാർത്ഥിയിലേക്ക് കൊടുക്കാനായിരിക്കണം. പക്ഷേ അവിടെ വോട്ട് കുറയാൻ കാരണമാവുകയും അത് BJPക്ക് സഹായകമാവുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് UDFന്റെ തെരഞ്ഞെടുപ്പ് രീതിയുമായി തട്ടിച്ച് നോക്കിയാൽ അതൊരു മണ്ടത്തരമായി തീരാനാണ് സാധ്യത. ഒരു പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നത് രാജീവ് പറഞ്ഞതുപോലെ BJP ആയിരിക്കും. ഇപ്പോൾ ഈ കഴക്കൂട്ടത്തിൻ്റെ കാര്യമെടുത്താലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2021 കടകംപള്ളി സുരേന്ദ്രന് 63,690 വോട്ട്, BJPക്ക് അവിടെ 40,193 വോട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു സ്ഥാനാർത്ഥി. SS ലാലിനെ പോലുള്ള ഒരാൾ മത്സരിച്ചിട്ട് പോലും കോൺഗ്രസിന് അവിടെ 33,995 വോട്ടാണ് കിട്ടിയത്. 2016 ഏതാണ്ട് ഇത് തന്നെ. കടകംപള്ളി സുരേന്ദ്രൻ 50,079, BJPക്ക് 42,000 വോട്ടുണ്ടെന്ന്. അന്ന് V. മുരളീധരനാണ് സ്ഥാനാർത്ഥി. 2,000 വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. UDFന് 38,000 വോട്ട്. MA വാഹിദായിരുന്നു സ്ഥാനാർത്ഥി. ഈ മണ്ഡലത്തിൽ പ്രേംകുമാറിനെ മത്സരിപ്പിക്കുന്നു എന്ന് വെക്കുക. അല്ല, ഈ 2016 സിനാരിയോ ഇപ്പോൾ ബഷീർ പറഞ്ഞത് വളരെ പ്രധാനമാണ്. കാരണം ഞാൻ MA വാഹിദായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. MA വാഹിദ് എന്ന് പറഞ്ഞാൽ 2001 കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി കഴക്കൂട്ടത്ത് മത്സരിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആളാണ് MA വാഹിദ്. അതിനുശേഷം ഒരിക്കൽ കൂടി MA വാഹിദ് അവിടെ ജയിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ MA വാഹിദിനെ പോലെ മണ്ഡലത്തിൽ സുപരിചിതനായ, കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള, കോൺഗ്രസ് പ്രവർത്തകരുമായി അടുത്ത ബന്ധമുള്ള, അവിടുത്തെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഒരുപക്ഷെ സമാഹരിക്കാൻ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും 2016 MA വാഹിദ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവിടെ പ്രേംകുമാറിനെ പോലെ കോൺഗ്രസ് പ്രവർത്തകരുമായി ബന്ധമില്ലാത്ത, UDF പ്രവർത്തകരുമായി ബന്ധമില്ലാത്ത, UDF വോട്ട് ബാങ്കുമായി അസോസിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുക എന്ന് വന്നാൽ അത് പരോക്ഷമായി അവിടെ മത്സരിക്കാൻ പോകുന്ന V. മുരളീധരൻ തന്നെയാണ് എന്നാണ് എൻ്റെ ഊഹം. കാരണം മുരളീധരൻ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കഴക്കൂട്ടത്ത് ഞാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയാതെ പലകുറി പറഞ്ഞിട്ടുണ്ട് V. മുരളീധരൻ. V. മുരളീധരൻ 2016 മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് 2021 കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 2,000 വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ട് V. മുരളീധരൻ. അപ്പോൾ V. മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും UDF പ്രവർത്തകരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രേംകുമാറിനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്താൽ പരോക്ഷമായി അത് മുരളീധരനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന വ്യാഖ്യാനം ഉണ്ടാവില്ലേ? ആ വ്യാഖ്യാനം UDFനെ കഴക്കൂട്ടം മണ്ഡലത്തിൽ മാത്രമല്ല പൊതുവിൽ കേരളത്തിൽ തന്നെ
ഒരു മോശം പേരിലേക്ക് എത്തിക്കാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ആ സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് BJPക്ക് തന്നെ സഹായകമാകാനാണ് സാധ്യത. ഈ ഒരു അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കി കൊണ്ടു നടന്ന് വിജയിപ്പിക്കാൻ CPIMനുള്ള കെൽപ്പ് ഏതായാലും കോൺഗ്രസിനില്ല. അവിടെ ചെതറിപ്പോവുകയാണ് ചെയ്യുക. UDFൻ്റെ പ്രവർത്തനം തന്നെ ചെതറിപ്പോവും. കോൺഗ്രസ്സുകാർക്ക് അതിൽ പൂർണ്ണ മനസ്സോടുകൂടി കോൺഗ്രസ്സുകാർ നിൽക്കില്ല. ഗ്രൂപ്പ് കൊണ്ട് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പിൽ പ്രൊമോട്ട് ചെയ്യും, മീൻസ് കൂടെ നിൽക്കും. പക്ഷേ പുതിയൊരു സ്ഥാനാർത്ഥിയെ, ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ അവരുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സുകാർ അങ്ങനെ ഏറ്റെടുത്ത് കൊണ്ട് നടക്കില്ല. ലീഗിന്റെ സ്വഭാവം അല്ല അക്കാര്യത്തിൽ കോൺഗ്രസ്. അവിടെ വേറൊരു ക്രൈസിസ് കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കില്ല എന്ന് പറയുമ്പോൾ പോലും 1991 അവിടെ നിന്ന് MV രാഘവൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് CMP സ്ഥാനാർത്ഥിയായിട്ട്. MV രാഘവൻ മുന്നണി മാറി, CMP ഉണ്ടാക്കി, മുന്നണി മാറി, UDFൻ്റെ ഭാഗമായി. എങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന ഒരു അസോസിയേഷൻ ഇല്ലായ്മ MV രാഘവനും വേണമെങ്കിൽ ബാധകമാണ്. കാരണം കോൺഗ്രസ് പ്രവർത്തകനല്ല, കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമല്ല. ഒരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് അതുവരെയുള്ള ചരിത്രത്തിൽ വലിയ തോതിൽ യുദ്ധം ചെയ്ത ആളാണ് MV രാഘവൻ. അത് യുദ്ധം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ യുദ്ധം മാത്രമല്ല, എന്താ പറയുക, ഫിസിക്കലായ യുദ്ധം പോലും ചെയ്ത ആളാണ് MV രാഘവൻ. പക്ഷേ MV രാഘവൻ കഴക്കൂട്ടത്തുനിന്ന് മത്സരിച്ചിട്ട് 1991 ജയിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ മാർജിനിലാണ്, 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും MV രാഘവനോട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലോജിക്കുമായിട്ട് അത് അല്ല, MVRൻ്റെ സ്റ്റാച്ചറിലുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹം CPMമായി ഇടഞ്ഞ് വലിയ തോതിലുള്ള ഫൈറ്റ് നടത്തി ഇപ്പുറത്തേക്ക് മുന്നണി മാറി വരുമ്പോൾ സ്വീകരിക്കുന്ന ആ സ്വീകാര്യത അത് മറ്റൊന്നാണ്. അത് രാഷ്ട്രീയ മാറ്റം തന്നെയാണ്. കാരണം ആ വിധത്തിൽ കേരളം മുഴുവനും അറിയപ്പെടുന്നൊരു നേതാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക്കായ ഒരു ലീഡർ ഇപ്പുറത്തേക്ക് വരികയാണ്. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചയാവുന്ന ആരുടെ കാര്യത്തിലും അതങ്ങനെയല്ല. അപ്പോൾ വൈക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരു നിർദ്ദേശമാണ് സണ്ണിയം കപ്പിക്കാട് വരുന്നു എന്നത് വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെട്ട ഒരു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഇലക്ഷനിയറിങ്ങിന് അത് ഒരു ആവേശം പകരുമോ എന്ന കാര്യം ഒരു തവണ അത് നടപ്പായതിന് ശേഷമേ അക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. കോൺഗ്രസിൻ്റെ ഒരു മനഃശാസ്ത്രം അങ്ങനെയല്ല. അതായത് ഇപ്പോൾ CPM ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരിനെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോൾ സരിനായിരിക്കും LDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് തലേ ദിവസം വരെ ചിന്തിക്കാത്ത CPM വലിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ സരിൻ വരുന്നതിനെതിരെ ഉണ്ടായിരുന്നു, സ്വന്തക്കാരുടെ വക തന്നെ. പക്ഷേ വൺസ് സരിനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പിന്നെ സരിൻ്റെ വാഴ്ത്തുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. അവിടെ ഒരു അപസ്വരം CPMൽ വരില്ല. അത് ആ പാർട്ടിയുടെ ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇപ്പുറത്ത് അത് അങ്ങനെ ആവണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഈ കാൻഡിഡേച്ചർ കോൺഗ്രസിൻ്റെയോ UDFൻ്റെ പ്രവർത്തകർ സ്വീകരിച്ചുകൊള്ളണമെന്നില്ല എന്ന ഒരു സിനാരിയോ അവിടെ. രണ്ടാമത്തെ സിനാരിയോ, ഈ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർക്ക് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ BJPക്ക് സഹായകരമായേക്കാമോ എന്നുള്ളൊരു സിനാരിയോ വേറൊന്ന്. ഇത് ഈ രണ്ടുപേരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ മറ്റു പക്ഷത്തു നിന്ന്, എതിർപക്ഷത്തു നിന്ന്, LDFൻ്റെ പക്ഷത്തു നിന്നോ CPMൻ്റെ പക്ഷത്തു നിന്നോ ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ അറ്റാക്ക് എന്ന് പറയുന്നത് BJP 2ാം സ്ഥാനത്ത് തുടർച്ചയായി 2 തവണ വന്ന മണ്ഡലത്തിൽ ഇതാ UDFും കോൺഗ്രസും വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് BJPയെ സഹായിക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ളൊരു ഒരു പ്രചാരണം CPM നടത്താനിടയുള്ള, അല്ലെങ്കിൽ CPMും LDFും നടത്താനിടയുള്ള ഒരു സാഹചര്യം. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴും കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീതം വെച്ച് തീരില്ല. അവർക്ക് ഏറ്റവും ഒഴിവാക്കാനാവാത്ത ആളുകളെ പോലും അക്കമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ കൺജഷനാണ് കോൺഗ്രസിനകത്തുണ്ടാവുക. ആ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പുനഃപരിശോധിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില ആളുകൾ, ഇപ്പോൾ ഐഷ പൊറ്റിയുടെ ഒക്കെ കാര്യത്തിൽ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ സ്വിച്ചിങ് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് പരിഗണിക്കേണ്ടി വരും. പക്ഷേ അല്ലാതെ ഉള്ള ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഏതോ സൈഡിൽ നിന്ന് വരുന്ന വാർത്തയുടെ ലീക്കേജ് മാത്രമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു കൺഫർമേഷനും കോൺഗ്രസോ അല്ലെങ്കിൽ ആരും നൽകുന്നില്ല. പക്ഷേ അത്തരത്തിൽ വലിയ തോതിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണത്. കോൺഗ്രസിന് ഒരുപാട് സ്ഥാനാർത്ഥികൾ അപ്പുറത്തുനിന്ന് ചാടി വന്നവരുണ്ടാകും, കൂറുമാറി വന്നവരുണ്ടാകും എന്നൊരു തോന്നൽ
ഇപ്പോൾ അന്തരീക്ഷത്തിൽ പൊതുവായിട്ടുണ്ട്. അല്ല, വി സതീശൻ ഈ പുതുയുഗ യാത്ര തുടങ്ങിയ സമയത്ത് പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴത്തേക്ക് ഒരുപാട് വിസ്മയങ്ങളുണ്ടാവും എന്ന മട്ടിൽ പറഞ്ഞിരുന്നു. ആ വിസ്മയങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ മറ്റേ ഐഷ പോറ്റിയുണ്ട്, അല്ലെങ്കിൽ പ്രേംകുമാറുണ്ട്, മലമ്പുഴയിൽ എ സുരേഷ് ഉണ്ട്, ഈവൻ ഒറ്റപ്പാലത്ത് പി കെ ശശി എന്ന് പറയുന്ന CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അതായിരിക്കും ഏറ്റവും ഡാമേജിങ് ആവുക. ഏറ്റവും ഡാമേജിങ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഏറ്റവും ഡാമേജിങ് ആവാൻ സാധ്യതയുള്ള ഒരു പേര് അതായിരിക്കും. പക്ഷേ എങ്കിൽ പോലും അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ വരാൻ പോകുന്നു എന്ന് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ലീക്ക് ചെയ്ത് കൊടുക്കപ്പെടുകയും അത് ഡിസ്കസ് ചെയ്യപ്പെടട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ പ്രേംകുമാറിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയത്, പ്രേംകുമാർ ഇന്നലെ KC വേണുഗോപാലുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. KC വേണുഗോപാൽ പ്രേംകുമാറുമായിട്ട് സംസാരിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് ഒരു പക്ഷേ പ്രേംകുമാർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായിട്ട് സംസാരിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇതിൻ്റെ തൊട്ടുപുറകെ പ്രേംകുമാറിന് കഴക്കൂട്ടം മണ്ഡലവുമായിട്ടുള്ള ബന്ധം, കഴക്കൂട്ടത്ത് പ്രേംകുമാറിൻ്റെ കുടുംബകഥ, പ്രേംകുമാറിൻ്റെ മുത്തച്ഛൻ കേരള യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം വിട്ടുകൊടുത്ത കഥ, ആ സ്ഥലം പിന്നീട് ടെക്നോ പാർക്ക് ഏറ്റെടുത്തുകൊണ്ട് ടെക്നോ പാർക്ക് വികസിച്ച കഥ, അതായത് പ്രേംകുമാറിന് വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉണ്ടാകാൻ അദ്ദേഹത്തിൻ്റെ കുടുംബകഥ സഹായിച്ചേക്കും. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെങ്കിൽ കോൺഗ്രസും ആ വഴിക്ക് കനകോല് വഴിക്ക് വന്നു എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്രമാത്രം പുതുമുഖങ്ങൾ കോൺഗ്രസിന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അല്ല, അങ്ങനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ തന്നെ ഇതൊരു റിയലിസ്റ്റിക് പ്ലാൻ ആണോ കോൺഗ്രസിനെ സംബന്ധിച്ച്? എതിർപക്ഷത്തുനിന്ന് സ്ഥാനാർത്ഥികളെ, അല്ലെങ്കിൽ എതിർപക്ഷത്തുനിന്ന് അതൃപ്തി പ്രകടിപ്പിക്കുന്ന ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രന് കൊല്ലത്ത് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിറകെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു, RSPയെ UDFൻ്റെ ഘടകകക്ഷിയാക്കുന്നു, കൊല്ലത്ത് മത്സരിപ്പിക്കുന്നു, MA ബേബിയെ പോലെ ഒരാൾ മത്സരിച്ചിട്ടും NK പ്രേമേന്ദ്രൻ അവിടുന്ന് ജയിച്ചു വരുന്നു. ഈ ചരിത്രം അവിടെയുണ്ട്. അപ്പോൾ ഇത് ആവർത്തിക്കാനുള്ളൊരു സാധ്യത കഴക്കൂട്ടം, മലമ്പുഴ, ഒറ്റപ്പാലം, കൊട്ടാരക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടോ? പൊളിറ്റിക്കൽ ഫോളോവേഴ്സ് ഉള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മുന്നണി മാറി വന്നാൽ അവർക്ക് ആ കളം പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. യാതൊരു തരത്തിലും ഫോളോവേഴ്സ് ഇല്ലാത്ത, ഗ്രൗണ്ടിൽ 10 മുദ്രാവാക്യം വിളിക്കാൻ ആളില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ മുന്നണി മാറി വന്നു എന്നതുകൊണ്ട് അവർക്ക് എത്ര വലിയ ഹൈപ്പ് കൊടുത്താലും അവരെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നത് ഇത് എല്ലാ പാർട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെയാണ്. കേരളത്തിൽ ഇപ്പം നമുക്കറിയാം, പല പല മണ്ഡലങ്ങളിൽ CPIM പല സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചത് നമുക്കറിയാം. കഴിഞ്ഞ തവണ കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ പേര് രാജീവിന് ഓർമ്മയുണ്ടോ? അപ്പോൾ സുലൈമാൻ ഹാജി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ പെരിന്തൽമണ്ണയിലെ സ്ഥാനാർത്ഥി, ഇങ്ങനെ പല പല സ്ഥാനാർത്ഥി, മുസ്തഫ, CPIM അങ്ങനെ പല സ്ഥലത്ത്, അതായത് ഒരു നിലക്കും അവിടെ പിടിച്ചാൽ കിട്ടില്ല എന്ന് തോന്നുന്ന വലിയ മത്സരം കാഴ്ചവെച്ചു, നമ്മൾ പ്രതീക്ഷിക്കാത്ത മത്സരം കാഴ്ചവെച്ചു. ഒരു നിലക്കും രാഷ്ട്രീയമായി പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ CPIM ഈ പരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്താറുണ്ട്. അത് CPM-ന് ആ മത്സരത്തിൽ തുടങ്ങിയ അവിടെ ആ തെരഞ്ഞെടുപ്പിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഇവരുടെ മണ്ഡലങ്ങളിലേക്ക് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പകരം പുറമേ നിന്ന് ഇറക്കുമതി ചെയ്താൽ അത് കാലാകാലങ്ങളിൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് കോൺഗ്രസിന് അക്കോമഡേറ്റ് ചെയ്യാവുന്ന പുറം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കുമ്പോൾ തന്നെ ഈ സ്പെസിഫിക് ആയ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മലമ്പുഴ, കഴക്കൂട്ടം, ഈ 2 മണ്ഡലങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്താൽ അവിടേക്ക് ഈ പറയുന്ന പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ സുരേഷ് ആണെങ്കിലും പ്രേംകുമാർ ആണെങ്കിലും മത്സരിപ്പിച്ചാൽ അതുണ്ടാക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ ഡാമേജ്, ഒരു ലാർജർ പൊളിറ്റിക്കൽ ഡാമേജ്, ഇത് കോൺഗ്രസ് പരിഗണിക്കേണ്ടതല്ലേ? അത് പരിഗണിക്കപ്പെടുമോ? ആ മണ്ഡലങ്ങൾ നഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി നഷ്ടപ്പെട്ട 3ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളാണ്, വളരെ പിന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഡാമേജ് വ്യക്തിഗതമായി സുരേഷിനും പ്രേംകുമാറിനുമൊന്നും അത്തരത്തിൽ ഡാമേജ് അവരുടെ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ഉണ്ടാവില്ല. അതേസമയം ഈ ഒറ്റപ്പാലത്തിൻ്റെ കാര്യത്തിൽ പരിഗണിക്കുന്നു എന്ന് പറയുന്ന ശശിയുടെ കാര്യത്തിൽ വലിയ ഡാമേജ് ആയിരിക്കും അതുണ്ടാക്കുക. ഇൻഡിവിജ്വലി മറ്റ് സ്ഥാനാർത്ഥികൾ മുന്നണിക്ക് ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല. സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയ്ക്കല്ല, ഈ മലമ്പുഴയിലും കഴക്കൂട്ടത്തും BJP ഓൾറെഡി 2ാം സ്ഥാനത്തുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസുമായി ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു, രാജീവ് നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ വളരെ സൂക്ഷിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണത്. അതായത് തങ്ങളുടെ വോട്ട് തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ചെയ്യേണ്ടതില്ലാത്ത ഒരു ഘട്ടം വരുമ്പോൾ നേരെ റൈവലായ സ്ഥാനാർത്ഥിക്ക് ആയിരിക്കില്ല അത് കൊടുക്കുക.
BJPക്ക് കൊടുക്കാൻ എളുപ്പമാണ്. ഈ മണ്ഡലങ്ങളിലാകട്ടെ, ഇപ്പോൾ കഴക്കൂട്ടത്താണെങ്കിലും മലമ്പുഴയിലാണെങ്കിലും BJP വലിയ തോതിൽ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇതുകൂടി കണക്കിലെടുത്ത് അവിടെ ഏറ്റവും വിന്നബിലിറ്റിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂടി BJP നിശ്ചയിച്ചാൽ ചിത്രം മൊത്തം മാറും. വളരെ ടൈറ്റായ ത്രികോണ മത്സരമായി തീരും ഈ മണ്ഡലങ്ങളിലെല്ലാം. അത് ഒരു പക്ഷേ ആ മണ്ഡലങ്ങൾക്ക് പുറമേക്ക്, അതായത് ഇവിടെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ സഹായിക്കാൻ കോൺഗ്രസും UDFും ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം, അതൊരു ആക്ഷേപമാണ്. ആ ആക്ഷേപം ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ ഈവൻ വൈക്കത്തിന്റെ കാര്യത്തിൽ പോലും വൈക്കത്ത് ഒരു ഘട്ടത്തിൽ BDJS കഴിഞ്ഞതിന് മുമ്പത്തെ തവണയാന്ന് തോന്നുന്നു 40,000 മേലെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്, ആ വോട്ട് അടിത്തട്ടിൽ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുടെ ഒക്കെ ഈ പശ്ചാത്തലത്തിൽ അവിടെ ഒരു വളരെ സ്ട്രോങ് ആയ ഒരു BJP അല്ലെങ്കിൽ BDJS കാൻഡിഡേറ്റിനെ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ ഈ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ ആ ചർച്ചയിലൂടെ വരുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് UDFനെ സംബന്ധിച്ച്. എന്തായാലും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഒരു കൺഫർമേഷനും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് എന്ന പോലെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇവരെ പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മലമ്പുഴയിൽ സുരേഷ്, കഴക്കൂട്ടത്ത് പ്രേംകുമാർ, വൈക്കത്ത് സണ്ണിയം കൊവിക്കാട്, അതുപോലെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, ഒറ്റപ്പാലത്ത് PK ശശി എന്നൊക്കെയുള്ള മറ്റുള്ള ലീക്കേജുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെന്തിനാണ് പുറമേക്ക് വരുന്നത് എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഇവരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വലിയൊരു പൊളിറ്റിക്കൽ റിസ്ക് ആയിരിക്കും കോൺഗ്രസ് എടുക്കുക. ആ റിസ്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണകരമായിരിക്കുമോ അല്ലയോ എന്നുള്ളത് നമ്മൾ വരും കാലത്ത് വിലയിരുത്തപ്പെടേണ്ടതാണ്. അതേസമയം BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണെങ്കിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് സ്വന്തം വോട്ട് പോലും സ്വന്തം പോക്കറ്റിലേക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത പാർട്ടിയും മുന്നണിയുമായി കോൺഗ്രസും UDFും ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.